ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്തൊരു പരിപാടി ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വന്തം ബുറാക്ക് ഡീമണിനെ എടുത്തിട്ട് നമ്മൾ നേരെ കണ്ണൂരിൽ നിന്ന് നേരെ കോഴിക്കോടുള്ളതാണ്. അപ്പം പരിപാടി വെച്ചാൽ കോഴിക്കോട് നിന്ന് റിട്ടേൺ നെക്സ്റ്റ് വർട്ടാണ്. അപ്പം അരിയത്തായതുകൊണ്ട് നമുക്ക് എത്തും. അപ്പം നമ്മളിപ്പം ഉള്ളത് വണ്ടി കയറിയിട്ടുണ്ട്. വണ്ടി സീനാണ്, വണ്ടി ലോണാക്കട്ടെ. ഓക്കെ, പിന്നെ ആൾ കയറിയിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം നമുക്ക് ഇൻട്രോ കൊടുക്കാനായിട്ട് പിന്നെയാണ് ഓർമ്മ വന്നത്. ഓക്കെ, അപ്പം ആൾ കയറിയിട്ടുണ്ട്. പെട്രോൾ സ്റ്റേഷനിൽ വെറുതെ ഇൻട്രോ കൊടുക്കാൻ ഇറങ്ങിയതാണ്. നൈസായിട്ട് ഫ്രണ്ട് അടിച്ചിട്ടുണ്ട്. ബാർലി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നൈസായിട്ടൊന്ന് ഗ്രില്ല് അടക്കട്ട് ഇത് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത് വണ്ടി ഓണായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ആക്കാം. എൻ്റെ കുഞ്ഞു ഗൈസ്, നല്ല നൈറ്റ് വൈബോടെ നമ്മൾ പോകുന്നതാണ്. അപ്പം ഫുൾ ഗിയറാണ് ആദ്യം ഇട്ട്. പിന്നെ ആദ്യം മാനുവലിട്ടിട്ട് പിന്നെ ഓട്ടോ ആക്കിയിട്ടെടുത്ത് ഈ വണ്ടി. നമുക്ക് മാനുവൽ പറ്റൂല ഗൈസ്. മാനുവലാകുമ്പോൾ ഇറക്കി കളിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഓട്ടോ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകുന്നുള്ള കാര്യം അറിയാവുന്ന ആൾ അറിയാമല്ലോ. അപ്പം പറക്കുന്നുണ്ട്. ഇപ്പം പറക്കും കളിക്കണ പോലെ മാപ്പ് റൂട്ട് വന്നിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ആക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ നെട്രോ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ടുണ്ട്. DJ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പറക്കുന്നതാണ്. അപ്പം ലൈറ്റ് വർക്ക് ഇത്രയേ ഉള്ളൂ വിചാരിക്കണ്ട, അത് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പറയണ്ട. അപ്പം നമ്മുടെ വണ്ടി ഫുള്ളി കാണണം. അപ്പം നമുക്ക് ഇത് 5 പാർട്സ് ആയിട്ടാണ് ഈ വീഡിയോയുടെ. അപ്പം ഫസ്റ്റ് പാർട്ട് നമ്മുടെ 5 മിനിറ്റ് ഉള്ളൊരു ഫസ്റ്റ് പാർട്ടാണ് ഇത് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഫോർത്ത് പാർട്ടും ഫിഫ്ത്ത്. എന്തായാലും ഒരാഴ്ച കൊണ്ട് ഈ പരിപാടി കഴിയും. അപ്പം നമ്മുടെ ഈ നമുക്ക് ലോഡിങ് മാപ്പ് വന്നിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് എടുക്കാം ഗൈസ്. ഇപ്പം ടോളിലെത്തിയിട്ടുണ്ട്. ടോളിലാണ് ഇപ്പം ഉള്ളത്. ഡീമൻ്റെ ലൈറ്റ് വർക്ക് ഇപ്പം ലൈറ്റ് ഓഫ് ആക്കിയിടാം. പൈസ കൊടുക്കാണ്ട് കയറാം. ഒരു പരിപാടിയുണ്ട്. ട്രെൻ്റെ പരിപാടിയാണപ്പം. സീരിയസ് ആക്കണ്ട, അലിമുത്താമയിൽ. ഓക്കെ, അമ്മ ഇറങ്ങി. പൈസേൻ്റെ തന്നെ ആവശ്യം. അമ്മമാരൊന്നും ആക്കൂല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ പൈസ ചിലപ്പോൾ അടക്കേണ്ടി വരും. അതിലുള്ള പ്രശ്നമുണ്ട്. സിഗംബേക്കിൽ പറക്കണം. നല്ല മഴ ഉണ്ട്. പിന്നെ വർക്ക് ഇവിടെ വണ്ടീൻ്റെ ഫുൾ വർക്ക് കുറച്ച് ദിവസം കൊണ്ട് കഴിയും. അതായത് ഇപ്പം ഡീമൺ ബുറാക്കിൻ്റെ കളറ് ഫ്ലെക്സ് മാറ്റാൻ, അതായത് നമ്മുടെ ഈ വൈറ്റ് ബോഡി ഇതൊക്കെ കുറച്ച് പരിപാടി ചെയ്തിട്ട് ഫുൾ എടുക്കും. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിള്ളേർക്ക് ഉള്ളുന്നുണ്ട്. സ്കൂളല്ല, ഇത് ഒരു ക്യാമ്പസ് ട്രിപ്പാണ്. ക്യാമ്പസ് ട്രിപ്പ് പറയുമ്പം എന്താ പറയുക, നമ്മൾ കുട്ടികളൊക്കെ ഹോസ്റ്റലുണ്ടാവില്ലേ, ആ ഹോസ്റ്റലിലുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പാണ്. അപ്പം എന്നെ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പരിപാടിയല്ല ഇത്, നിങ്ങൾ ആണെങ്കിൽ വേറെ ടീമിനെ വിളിച്ചു. അന്നേരം ഓറ് പറഞ്ഞ് ഇത് നിങ്ങൾ ചെയ്ത 89,000 സംതിങ് ആയിട്ട് കിട്ടും. അന്നേരം ഞാൻ പറഞ്ഞു ഒത്ത ബ്രോ എന്താണ് ശരിക്കും. ഞാൻ എന്താക്കി വേഗം എക്സെപ്റ്റ് അമർത്തി. പിന്നെ അറിഞ്ഞത് സ്ഥലം. പിന്നെ ഞാൻ പൊട്ട് ഓറ് പൈസ തന്നു നമുക്ക് തിരിച്ചടക്കാൻ. അതിൻ്റെ പകുതി പൈസ പോവുകയും ചെയ്ത് അടച്ചിട്ടാണ് കൂട്ടിന്ന് പറക്കണം. അപ്പം കൊയിലാണ്ടി ആ ഭാഗത്ത്, ഇനി അടുത്ത മാപ്പ് കൊയിലാണ്ടിയാണ്. അപ്പം ഇപ്പോൾ ഉള്ളത് ഏകദേശം കൊയിലാണ്ടിന് മുമ്പുള്ള ഏതോ സ്ഥലമാണ്. അപ്പം എന്നിട്ടാണ് യാത്ര. പിന്നെ ഗൈസ് KBR പരിപാടിയൊക്കെ വരുന്നുണ്ട്. KBR വരാൻ പോകുന്നുള്ള എന്തെല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ബുസ്റ്റഡ് അപ്ഡേഷൻ ഇറക്കുന്നുണ്ട്. ആ അപ്ഡേഷന് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ കാത്തിരിക്കുന്ന ആളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ. പിന്നെ കുറച്ച് ആൾസോ കൂടി പറയാനുണ്ട്. നമ്മുടെ ഈ ഗെയിം കളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലാഗൊക്കെ വരാൻ വിചാരിക്കും.
ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലാഗ് വന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ വിഷയമാക്കണ്ട, ജസ്റ്റ് കമൻറ്റ് പറഞ്ഞാൽ മതി. ഞാൻ എന്താക്കുക ആ വീഡിയോ ഫുൾ എഡിറ്റ് ആക്കിയിട്ട് ഒന്നും കൂടി റീപോസ്റ്റ് ഇടും, അന്നേരം പേടിയണ്ട. ഇപ്പം എങ്ങനെ ഗൈസ് വണ്ടി ഭയങ്കര സ്മൂത്താണ് ഈ വണ്ടി. പിന്നെ സ്റ്റിയറിൻ്റെ കാര്യം പറയാം, സ്റ്റിയറിങ് പിന്നെ പെട്ടെന്ന് ലൂസായി പോവും, അങ്ങനത്തെ ടൈപ്പാണ്. അങ്ങനെ വണ്ടിയാണ്. പൊന്നെ എന്ത് സ്പീഡ് പോകുന്നത്, ഭയങ്കര പറക്കുന്നുണ്ട്. 170 എത്തിയത്. നമ്മുടെ കണ്ണൂർ വണ്ടി ഫാസ്റ്റ് എക്സ്പ്രസ് പോലെ പോകുന്ന പോലെ ഉണ്ട്. ഞാൻ പേടിക്കണ്ട, അത് ഫാസ്റ്റ് എക്സ്പ്രസ് ആയതുകൊണ്ടാണ്. അപ്പം സിഗമ്പക്കിൽ, അതായത് സിഗമ്പക്കല്ല, ഒരു മാപ്പിലാണ് ഉള്ളത്. അപ്പം ഈ മാപ്പിന് ശേഷം പിന്നെ പണിയിട്ട കഴിയാനായി തോന്നുന്നു. അന്നേരം എങ്ങനെ ഇരിക്കണം കഴിഞ്ഞ് ഞാൻ പെട്ട് പൈസ കൊടുക്കേണ്ടി വരുമോ? വെടുക്ക് ചെക്കനായി പോയി അടക്കണം. നോക്കാം വേറെന്താ ചെയ്യാൻ എടി ഭയങ്കര ഇതിൻ്റെ കേട്ടോ, പേ ചെയ്ത പോലെയാണ് ഒരു ഇത് കേട്ടോന്ന്. അപ്പം ആരും പൈസേനെ കുറിച്ച് പഠിക്കണ്ട. ഞാൻ അപ്പം പൈസേൻ്റെ കാര്യത്തിൽ രക്ഷപ്പെട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ സെക്കൻഡ് ടൈം വരുമ്പം നമ്മൾ ഈ റൂട്ടിൽ വരുമ്പോൾ മിനിമം പൈസ പോകും. അപ്പം എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആഡ് നോക്കിയാൽ മതി. ആഡ് പിന്നെ എന്താ കയ്യിൽ അടുത്ത മാപ്പിൽ കാണാം. ശേഷം അങ്ങനെ കൊയിലാണ്ടി എഴുതിയിട്ടുണ്ട്, കൊയിലാണ്ടി മാപ്പ് കയറിയിട്ടുണ്ട്. വെടുക്ക് ചെക്കന് പറഞ്ഞ പാട്ടാണ് ഇപ്പോൾ ഓട്ടിക്കുന്നത്. അപ്പം സ്പീക്കറിലൊന്നും കേൾക്കുന്നില്ല വിചാരിക്കണ്ട, അത് ഇൻസൈഡ് സ്പീക്കറാണ്. ഇതിൻ്റെ നിങ്ങൾ കാണുന്നുണ്ടാവും എക്സ്പ്ലോർഡ് സ്പീക്കറൊക്കെ വെച്ചത് വേറെ ഏതോ കമ്പനി. അത് ശരിക്കും പറഞ്ഞാൽ അത് ഡൂപ്പാണ്, ഡൂപ്പിലായതുകൊണ്ടാണ്. ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. നമ്മൾ ഈ കൊയിലാണ്ടി ബ്രേക്കൊന്നും എടുക്കില്ല, കറക്റ്റ് അങ്ങോട്ട് തന്നെ പോവുക. അപ്പം ബന്തുങ്ങ് പോസ്റ്റിലാണ് ഇത്, അതായത് കോഴിക്കോട് പോസ്റ്റ് റൂട്ടിലാണ്. അപ്പം വരാനി ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ടിടാം. ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് പാട്ടിടുമ്പം പിന്നെ കുറച്ച് കട്ട് ആയിട്ട് എഡിറ്റ് ചെയ്ത് കുറേ പരിപാടി, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇടലാണ്. അതുകൊണ്ട് ഞാൻ എന്താക്കി ഒന്ന് ഫുൾ ഇട്ടാലോ വിചാരിച്ചു. അപ്പം അങ്ങനെ ഇടുന്നതാണ്. പിന്നെ വല്ല ലാഗ് പരിപാടിയൊക്കെ വരും, ലാഗൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ബിക്കോസ് വണ്ടീൻ്റെ സ്പീഡ് ഇതടിച്ച് വരുമ്പം കുറച്ച് ലാഗ് കൂടുതലായിരിക്കും. ആരും പെടിയില്ല. കണക്കിന് മഴ, രക്തം കിട്ടി ഞാൻ എഴുതിയ വരികൾ പോസ്റ്റ് കയറി അടിച്ചില്ല. ടീമാണ് പിന്നെ പറക്കുന്നതുകൊണ്ടാണ് ഇത്രക്ക് ഭയങ്കര ഇതിലായിപ്പോയത്. പിന്നെ നമ്മുടെ ടീം കണ്ണൂരി വണ്ടിയാണ് ഇത്. പിന്നെ അലീസ നമ്മുടെ NG ഗ്രൂപ്പ് ആസ് കൺസേൺ പറഞ്ഞിട്ടൊന്നും എഴുതിയിട്ടില്ല. എന്തിട്ട് വെച്ചാൽ നമ്മൾ അങ്ങനെ ഇടാത്തത് കാരണം ഇപ്പം ഈ NG കൺസേൺ ഇടുമ്പോൾ പിന്നെ എനിക്ക് ബുദ്ധിമുട്ട് വരാൻ. ഇത് NG വിളിക്കുമ്പം പിന്നെ എനിക്ക് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ എന്താക്കി വെറും എഡിഷൻ നെയിമും ഇതെല്ലാം കൊടുത്തിട്ട് ഹെഡ് നെയിം ടോപ്പ് നെയിമും എഡിഷൻ നെയിമും ഇട്ട് ഉറപ്പിക്കുന്നത്. പിന്നെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് ഇവിടെ. ബിസി സ്പോട്ട് ആയതുകൊണ്ടാണ്, രാത്രി പോലും ബിസി റോഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രക്കും സ്പീഡിൽ പോകുന്നത്. ബിക്കോസ് ഇതിലും ഇനി ലേറ്റ് ആവും. എന്തായാലും ഇവരെ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു പുലർച്ചെ രാവിലെ എത്തും. ബിക്കോസ് ഭയങ്കര ഇതാണ്, മഴയും കാര്യങ്ങളുള്ളതുകൊണ്ട് ഒന്ന് ശരിക്കും ഇരിക്കട്ടെ കേസ് ഷെയ്ഡാക്കിയിട്ട്. ഇവിടെ ഫുഡ് അടിക്കാൻ നല്ല സ്പോട്ടുകൾ നമുക്ക് ഞാൻ അറിയാവുന്നതുകൊണ്ട് ഇവിടെ വണ്ടി പാർക്ക് ഇട്ടിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കട്ടെ നമുക്കൊന്ന് മൈക്കിൽ പറയാം. ഓക്കെ ഗൈസ്, അപ്പം തിന്നിട്ടുണ്ട്, വണ്ടി ഓണാക്കിയിട്ടുണ്ട്. എന്തൊക്കെ സീറ്റ് കുറച്ച് മാറ്റിയിട്ട് അപ്പം കുഴപ്പമില്ല. എനിക്ക് ആദ്യം തോടൻ്റെ അവിടെ തൈൻ്റെ അവിടെ വേദന, പെട്ടെന്ന് ഒരു വേദന വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ നെറ്റി കഴിക്കുന്നല്ലേ, അപ്പം ആടെ ഒരു വേദന പെട്ടെന്ന് വന്നിട്ട് ഞാൻ എന്താക്കി സീറ്റ്
അറേഞ്ച് ചെയ്ത് വെച്ച് പിന്നെ എന്താക്കി കയറി കുട്ടികളൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ പിന്നെ മറ്റൊരു കാര്യം പറയാൻ പോർന്നു. ഫസ്റ്റിനെ പറയണേനു മോശം സംഭവം വെച്ചാൽ ഒരു ടീമും കൂടി ഉണ്ട്. നമ്മൾ ബൂറാക്ക് മാത്രമല്ല ഇതിൽ പങ്കെടുക്കുന്നത്. ഇതിൽ സെയിൻ ടൂറിസ്റ്റേഴ്സ് ഹബ്ബ് പറഞ്ഞൊരു ടീമുണ്ട്. അപ്പം ടീം ഭയങ്കര റിച്ച് ടീമാണ്. റിച്ച് ടീം നമ്മളൊപ്പം എടുക്കുന്നത്. അന്നേരം ഒരു ഡിമാൻഡ് എടുത്തിട്ട് രാവിലെ തന്നെ വിട്ടിട്ടാ. ഇയാളിപ്പം പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇത് സെക്കൻഡ് ട്രിപ്പ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ നിയമമുണ്ട്. അന്നേരം ചങ്ങായി പറഞ്ഞു നിയമമൊന്നുമില്ലാതെ പകിടാ എന്നെ പിടിച്ചു കൂട്ടുന്നു. അമ്മ എന്താക്കാനി നമുക്ക് കയറിപ്പോയി. അതുകൊണ്ടാണ് പസ്തകോട്ടിൻ്റെ അടിയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് പോവാം. ഓക്കെ ഗൈസ്. അപ്പം ഇവിടെ പറന്ന് ഞാൻ പോസാക്കി എന്താണെന്ന് വെച്ചാൽ വണ്ടി ചെറുതായിട്ട് ലാഗ് പിടിച്ചുകൊണ്ടാണ് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്നും ആയിട്ടില്ല. വണ്ടി പിന്നെ ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശരിയാക്കി വെച്ച്. പിന്നെ ഇതുവരെ ട്രിപ്പൊന്നും എടുത്തിട്ടില്ല ചോദിക്കാൻ കമൻ്റ് ഒന്നും ആരും വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റത്തെ ട്രിപ്പാണ്. ഫസ്റ്റ് ട്രിപ്പല്ല, ഇത് സെക്കൻഡ് ട്രിപ്പാണ്. ഇതിനെ ഫസ്റ്റ് നമ്മുടെ താമരാക്ഷൻ എന്തോ പറഞ്ഞ സ്ഥലത്തോ താമരാക്ഷൻ പറമ്പ് പറഞ്ഞ സ്ഥലത്തോ വണ്ടിൻ്റെ ഷോ ഇറക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു ടീം എന്താക്കി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ടീമുണ്ട് ഇത്. ഈ ടീമിൻ്റെ പേരൊന്നും അറിയില്ല. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ താമരാക്ഷൻ പറമ്പിൽ കയറി അങ്ങനെ പരിപാടി. അപ്പം ഇത് പിന്നെ ഞാൻ സതീഷ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് ഞാൻ അധികം പോകുന്ന ഇവിടെയാണ്. പക്ഷേ ഇതിനായിട്ട് ഞാൻ പലാബുഹന്ന് ഇറങ്ങി വരും. വണ്ടീൻ്റെ സൈഡടിച്ച് കയറിപ്പോയി. ശരിയാക്കണം. ആവും ചെയ്യുന്നില്ല. നമുക്ക് പൈസ കിട്ടിയാൽ പിന്നെ എന്ത്, പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ചങ്ങായി ലൈറ്റ് ഓഫ് ഇല്ലടാ വെച്ചാൽ ലൈറ്റ് ഇപ്പോൾ ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമ്മുടെ അടുത്ത മാപ്പ് ഏകദേശം എത്താനായിട്ടുണ്ട്. ഒന്ന് നോക്കിയിട്ട് പറയാം. കോഴിക്കോട്, അതായത് നമ്മൾ കോഴിക്കോട് എത്താനായിട്ടുണ്ട്. അപ്പം ഞാനിപ്പം നിർത്തിയിട്ട് കോഴിക്കോടിൻ്റെ എൻട്രൻസ് കയറിട്ട് അങ്ങനെ ഗൈസ് കോഴിക്കോടെത്തി. അപ്പം ഇവിടുത്തെ വണ്ടി നമുക്ക് മര്യാദക്ക് അറിയില്ല. സിറ്റിന്ന് അല്ല, മാപ്പ് നേരത്തെ ഓൺ ആയതുകൊണ്ട് നമുക്ക് മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് സെക്കൻഡ് പാർട്ട് വെച്ചാൽ തിരിച്ചു പോകുന്ന ഇതാണ് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പം സ്ഥലത്തിയിട്ടുണ്ട്. പാട്ടൊക്കെ വെച്ചിട്ട് പോകുന്നതുകൊണ്ട് ഒരു വൈബുണ്ട്. പിന്നെ ഇപ്പം പാട്ട് വെക്കുന്നത് സൗത്ത് സഫീറിൽ ബൽബലി ഹയ്യൽ ആ ടൈപ്പ് പാട്ടിട്ടാണ് പാട്ട് വെച്ചത്. എന്തായി സെയിൻ ടൂറിസ്റ്റേഴ്സൊക്കെ ഇപ്പം ഞാൻ കോഴിക്കോടിൻ്റെ സ്റ്റാർട്ടിങ് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എവിടെ എത്തി? ഞാൻ പറഞ്ഞു കോഴിക്കോടിൻ്റെ എൻട്രൻസിൻ്റെ എത്തി. ഓൻ പറഞ്ഞ് നമ്മ പട്ടിന് ടയർ പഞ്ചറായിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞില്ല, എന്നെക്കൊണ്ട് കഴിയില്ല. ഞാൻ ഇപ്പം സത്യയിൽ നമ്മുടെ കോഴിക്കോട് കയറി. ഓൻ പറഞ്ഞ് ഞാൻ ഇതിലാണ് ഉള്ളത്, എന്തോ ടോളിലാമറ്റാണ് ഉള്ളത്. അതായത് നമ്മുടെ നമ്മ രണ്ടാം മാപ്പ് അവിടെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരന് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ പേരുള്ള ബുദ്ധിമുട്ടുണ്ടായിന്. അപ്പം ഇനി കുറച്ച് ടൈം എടുക്കും. നമ്മളൊന്ന് ആൾക്ക് ഇറങ്ങിയിട്ടുള്ള നോക്കി. പിന്നെ നമുക്ക് നമ്മളെ വണ്ടീൻ്റെ ഷോ എടുക്കാം. ഷോ ഓഫിൻ്റെ മുകളിൽ വണ്ടി കുറച്ച് ഇത് വന്നിട്ടുണ്ട്, ലാഗും കാര്യങ്ങളും. ഉണ്ട്. ഓക്കെ, കിട്ടുന്ന പിന്നെ കുറച്ച് ഒരു ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഡൊണേഷൻ ഫ്ലാഗിനെ കണ്ട പിന്നെ ഫോട്ടോ എടുക്കണം എന്നില്ല. പിന്നെ അപ്പം നമുക്ക് നേരെ വണ്ടി കയറാം. വണ്ടിയിൽ പിന്നെ ഗുമ്മായതുകൊണ്ട് കുറച്ച് അപ്പം അല്ലേ നമ്മുടെ ആൾക്കാർ നേരത്തെ ഇറങ്ങിയിട്ട് പിന്നെയും കയറിയിട്ടുണ്ട്. അപ്പം ഇവർ ഡിസപ്പിയറൻസ് ഗെയിമിൽ അങ്ങനെയല്ലേ കാണാം. പിന്നെ ഇതിൻ്റെ വർക്കൊന്ന് കാണിച്ചു തരാം.
നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. ഗൈസ് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഡ്രോണിനെ വർത്തിയിട്ടാണ് ഉള്ളത്. അപ്പം ലൈറ്റ് ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണിച്ചാൽ ഉണ്ടോ. അപ്പം സ്പീക്കർ ഭയങ്കര ഇതാണ്, സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സ്വന്തം വണ്ടിയാണ്, ടെമ്പററി വിചാരിക്കരുതാരും. അപ്പം ടെമ്പററി വണ്ടി ഇതുവരെ എടുത്തിട്ട്, അപ്പം ടെമ്പററി എടുക്കാണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ്. പിന്നെ ബാക്ക് ഈ ലൈറ്റ് വർക്ക് വെച്ചാൽ, ഈ ലൈറ്റ് വെച്ചാൽ ലൈറ്റല്ല, അത് ലൈറ്റഡ് സ്പീക്കറാണ്. അപ്പം കുറച്ച് നല്ല രസമുണ്ട്. അപ്പം സ്പീക്കർ ഭയങ്കര ബാസ് ബൂസ്റ്റഡ് ആണ്. പിന്നെ എക്സ്പ്ലോഡിങ് ചെയ്ത സാധനം വെച്ചാൽ പിന്നെ അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ എക്സ്പ്ലോഡ് ട്രാവലറിൻ്റെ സ്പീക്കർ എക്സ്പ്ലോഡാണ്. കുറേ വണ്ടിയിൽ നമ്മൾ എക്സ്പ്ലോഡാണ് വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പ്ലോഡും കാര്യങ്ങളൊക്കെ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലോഡ് ഭയങ്കര സെറ്റപ്പ് സാധനമാണ്. അപ്പം എനിക്കിഷ്ടമായത് എക്സ്പ്ലോഡ് ഈ വണ്ടീൻ്റെ എക്സ്പ്ലോഡാണ്. എക്സ്പ്ലോഡ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്പീക്കർ എക്സ്പ്ലോഡാവും, അതായത് പൊട്ടിത്തെറിക്കുന്ന പോലത്തെ ഫീൽ. പിന്നെ കായ് ഒരിക്കൽ ടെസ്റ്റിന് നമ്മൾ അധികം വണ്ടീൻ്റെ വെക്കുന്ന കായ് ഒക്കെ അപ്പം നല്ല ബാസുള്ള പാട്ടായതുകൊണ്ട് ഫുൾ സൗണ്ടിൽ ഇട്ട് ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് നോക്കിയപ്പോൾ എൻ്റെ പൊന്ന് ആ സ്പീക്കർ ശരിക്കും പറഞ്ഞാൽ ചെവി അടിച്ചു പോകാത്തൊരവസ്ഥയാണ്. ഓക്കെ, പിന്നെ ഇത് തിരിച്ചു പോകുന്ന മുമ്പ് ഇവർക്ക് വൺ ഡേ സ്റ്റേ ആണ് പ്രത്യേകിച്ച് പറയാൻ മറന്നുപോയി. ഇപ്പം ഞാൻ വൺ ഡേ സ്റ്റേ റൂട്ട് ഏകദേശം വരുന്നത് ഇതാ, ഇവിടുന്ന് PT ദുവ സജോലി പറഞ്ഞ ഉണ്ട്. ഇപ്പം ആടെ വളച്ചു പിടിക്കണം, നൈറ്റ് വരാം. സജോൾക്കുട്ടീൻ്റെ സ്ഥലമാണ്. അപ്പം ദുവ സജോള് തെറ്റിപ്പോയി, അത് റിവേഴ്സിൽ കോളാക്കണ്ട. ഭയങ്കര ഇരുട്ടായിപ്പോയി. ഓക്കെ 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 ദോശച്ചോളം നേരെയാണ്, പ്രത്യേകിച്ച് പറയണം. നമുക്ക് ഈ റൂട്ട് ശരിക്കും പറഞ്ഞാൽ അറിയൂല. ഇതാ വൺ വേ ആണ് അപ്പോൾ അല്ലേ. നമുക്ക് ഇവിടെ കോഴിക്കോടിൽ വൺ വേ ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇത് എക്സ്ട്രാ വൺ വേ, ഇത് വേറെ ആരതാണ്. അപ്പം ഇവർ പറയുന്നുണ്ടായിരുന്നു ഇതിൽ വൺ വേ സ്വീകരിക്കൂല. അടിച്ച് കയറി പോയി ആവില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ സജോള് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങോട്ടാണ് നമ്മുടെ വണ്ടീൻ്റെ ലൈറ്റും കാര്യങ്ങളും സിപ്പറും ഒക്കെ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല സിപ്പർ സാധനം ആയതുകൊണ്ട് പിന്നെ പറക്കും. ഇത് റബ്ബ് റബ്ബ് കുറപ്പിനുടെ റബ്ബ് മാതിരി എഫക്റ്റായിപ്പോയി വണ്ടി. നമുക്ക് അപ്പുറത്തുനിന്ന് കയറ്റി അപ്പുറത്ത് ഇവിടെ എൻട്രൻസ്. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ ഷെഡിലിട്ടിട്ടുണ്ട്. ഷെഡിലിട്ടിട്ട് ബാക്കി കുറച്ച് സംഭവം കൂടി പറയാനുണ്ട്. അപ്പം അതും കൂടി പറഞ്ഞേക്കാം. ഓക്കെ, നമുക്ക് ഷെഡിലിട്ടാം.